പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമാ നഗരത്തിൻ്റെ മുഴുവൻ മാനസാന്തരത്തിന് കാരണമായി തീർന്ന ഒരു വിശുദ്ധൻ, ആർച്ച് ഡീക്കനായ രക്തസാക്ഷിയായ വിശുദ്ധ ലോറൻസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണെന്ന്. അദ്ദേഹം അറിയപ്പെടുന്നത് കൊമേഡിയൻസിൻ്റെയും പാചകക്കാരുടെയും അഗ്നിരക്ഷാസേന അവരുടെയൊക്കെ മധ്യസ്ഥനായിട്ടാണ്. അതിനുള്ള കാരണമുണ്ട്. വലിയ തോതിൽ മതമർദ്ദനം നടന്നുകൊണ്ടിരുന്നൊരു കാലത്ത് സഭയെ മുഴുവൻ നയിച്ചുകൊണ്ടിരുന്ന സിക്സ്റ്റസ് പാപ്പ ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുന്നു. അതിനുശേഷം ഈ മനുഷ്യരെ മുഴുവൻ, ഈ വിശ്വാസികളെ മുഴുവൻ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോയത് അന്നത്തെ ഡീക്കനായിരുന്ന വിശുദ്ധ ലോറൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ആഴമായിട്ടുള്ള വിശ്വാസവും ക്രിസ്തുവിലുള്ള വലിയ തീക്ഷ്ണതയും ഈ മനുഷ്യരിങ്ങനെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് സിക്സ്റ്റസ് പാപ്പയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം സഭയുടെ മുഴുവൻ സമ്പത്തും റോമ പ്രീഫെക്റ്റിൻ്റെ മുൻപിൽ ഹാജരാക്കണമെന്നുള്ള വലിയ ഒരു കൽപ്പന വന്നത്. കർക്കശമായ കൽപ്പനയാണ്. ലോറൻസ് പുണ്യാളനിങ്ങനെ വലിയ സ്നേഹത്തോടു കൂടെ എല്ലാ പാവപ്പെട്ടവരെയും താൻ നോക്കിക്കൊണ്ടിരുന്ന രോഗികളായിട്ടുള്ളവരെയും ഒക്കെ കൂട്ടി കൊണ്ടുപോയിട്ട് പ്രീഫെക്റ്റിൻ്റെ മുൻപിൽ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇതാണ് സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത്, ഇതാണ് സഭയുടെ നിധി എന്ന് പറയണേ. ദിസ് ഈസ് ദ ട്രഷർ. ഇതാണ് സഭയുടെ നിധി. ഞങ്ങൾ കൊണ്ടു നടക്കുന്നത് ലോകത്തിൻ്റെ സമ്പത്തല്ല, നേരെ മറിച്ച് മനുഷ്യാത്മാക്കളാകുന്ന നിധികളെയാണ് ഞങ്ങൾ കാത്തു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാവൽക്കാരാണ് ഞങ്ങൾ. ഇതൊക്കെ പറയണമെങ്കിൽ ആത്മാവിൻ്റെ എത്രമാത്രം അഭിഷേകം നിറഞ്ഞു കിട്ടണമെന്ന് ആലോചിച്ച് നോക്കണേ. കൊല്ലാൻ നിൽക്കുന്ന മനുഷ്യരുടെ മുൻപിൽ ഇങ്ങനെ ദേഷ്യം കൊണ്ട് ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന ശത്രുക്കളുടെ മുൻപിൽ ധൈര്യപൂർവ്വം പറയാണ്, ഞങ്ങൾ ഇവരുടെ ആത്മാക്കളുടെ കാവൽക്കാരാണ്, നിങ്ങൾ പറയണത് പോലുള്ള സമ്പത്തൊന്നും ഇല്ല കയ്യിൽ. പക്ഷെ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പിന്നെ കടന്നു പോകേണ്ടി വന്ന ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ, ഗ്രില്ല് ചെയ്യപ്പെടാണ്. ഒരു ഇരുമ്പ് പലകയിൽ കിടത്തി ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് അദ്ദേഹത്തെ. അവിടെ കടന്നുകൊണ്ട് അദ്ദേഹം അനുഭവിക്കുന്ന വേദന ആർക്കും സഹിക്കാൻ പറ്റാത്തതാണെന്ന് ചുറ്റുമുള്ളവർക്ക് അറിയാമെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ അങ്ങനെ ഒരു തോന്നലേ നമുക്ക് ഉണ്ടാവുന്നില്ല. അവിടെ കിടന്ന് ഇന്ന് തമാശ പറയുന്നുണ്ട്, എൻ്റെ ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്, ഇനി എന്നെ മറിച്ചിട്ടോളുക. മരണത്തിൻ്റെ അങ്ങേയറ്റത്തെ നിസ്സഹായതയുടെ വേദനയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്യപ്പെടുമ്പോൾ പറയാണ്, എൻ്റെ ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്, ഇനി മറിച്ചിട്ടേക്കുക. ഈ മൂന്ന് കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ പ്രത്യേക മധ്യസ്ഥനായിട്ട് നിയോഗിച്ചിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഗ്രില്ല് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഷെഫുകളുടെ ഇങ്ങനെ പാചകക്കാരുടെയൊക്കെ മധ്യസ്ഥനായി അദ്ദേഹം അറിയപ്പെടുന്നു. ഇങ്ങനെ തീയിൽ പൊള്ളിച്ച് കൊല്ലപ്പെട്ടതുകൊണ്ട് അഗ്നിരക്ഷാസേനയുടെയൊക്കെ മധ്യസ്ഥനായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നു. ഈ മരണവേദനയുടെ അങ്ങേയറ്റത്ത് നിന്നും നർമ്മത്തോടെയുള്ള സംസാരം, പ്രത്യാശയോടുകൂടെയുള്ള സംഭാഷണം നടത്തിയത് കൊണ്ട് തന്നെ അദ്ദേഹം കൊമേഡിയൻസിൻ്റെ മധ്യസ്ഥനായിട്ട് അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വാക്കത് തന്നെയാണ്. മരണത്തിൻ്റെ വിളുമ്പിൽ നിന്നുകൊണ്ട് ഒരാൾ പറയാണ്, എൻ്റെ ഒരു ഭാഗം മുരിഞ്ഞു കഴിഞ്ഞു, ഇനി ഒന്ന് മറിച്ചിട്ടേക്ക്. ഇന്നത്തെ സുവിശേഷത്തിലെ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, ഗോതമ്പ് മണി അതേപടി ഇരുന്നാൽ അതങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ, ഒരു ഭാരമില്ല. പക്ഷേ അത് അഴിഞ്ഞില്ലാതായാൽ അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കപ്പെടും. ഇങ്ങനെ ഒരു ഗോതമ്പ് മണിയുടെ ഉള്ളിൽ എത്രമാത്രം വിളകളുടെ സമൃദ്ധിയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊരു നിശ്ചയമില്ല. വിശുദ്ധ ലോറൻസിൻ്റെ ജീവിതം അത് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരും. ആളഴിഞ്ഞില്ലാതാകുമ്പോൾ റോമാ നഗരം മുഴുവൻ ഇങ്ങനെ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ച നമ്മൾ കാണും. വെറുതെ ഇരുന്നെങ്കിലോ, പേടിച്ചിരുന്നെങ്കിലോ, ക്രിസ്ത്യാനിയല്ല എന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിലോ, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞിരുന്നെങ്കിലോ ഒന്നും നടക്കില്ലായിരുന്നു. ആളുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. സുവിശേഷത്തിൽ കർത്താവ് വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്, ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അത് കാത്തു സൂക്ഷിക്കും. എത്രയോ പേരുടെ ആത്മാക്കളെയാണ് വിശുദ്ധ ലോറൻസ് ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വർഗത്തിലൊരു സ്ഥാനം ഉറപ്പാണെന്ന്. ആ ഒരു
സ്വർഗീയ സന്നിധാനത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ വലിയ വിശുദ്ധനോട് പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കർത്താവെ, അങ്ങയെ വിളിച്ചു പറയാൻ, അങ്ങേക്ക് വേണ്ടി സാക്ഷിയായി നിലകൊള്ളാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്നാണ് പ്രാർത്ഥിക്കണ്ടേ. നമ്മളിങ്ങനെ പത്തായത്തിലിരിക്കുന്ന ഗോതമ്പ് മണി പോലെ എന്നൊക്കെ ബോബിയച്ചൻ തൻ്റെ എഴുത്തിൽ പറയുന്നുണ്ട്. നമുക്കിങ്ങനെ ഒന്നിനും ആഗ്രഹമില്ല, അഴിയപ്പെടാൻ ആഗ്രഹമില്ല. ഇങ്ങനെ സേഫ് സോണിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പോളിഷ് ചെയ്യപ്പെട്ട് എവിടെയെങ്കിലും ഒരു പത്തായത്തിനുള്ളിൽ സ്വസ്ഥമായിട്ടിരിക്കാനാണ് നമ്മളാകുന്ന ഗോതമ്പിന് താല്പര്യം. പക്ഷേ അച്ഛൻ സൂചിപ്പിക്കുന്നത് പോലെ അവസാനം ഏതെങ്കിലും ഒരു കോഴി വന്നത് കൊത്തി തിന്നുകയും ചെയ്യും. ഒരു ഉപകാരമില്ലാതെ ജീവിതം അവസാനിക്കും. സാക്ഷിയാവുന്നേ, ക്രിസ്തുവിന് വേണ്ടി അഴിഞ്ഞു തുടങ്ങ്. കൂടെ ആയിരിക്കുന്നിടത്ത് ഒന്ന് അഴിഞ്ഞ് ജീവിക്കാൻ നോക്ക്. അത് എത്രയോ പേരുടെ ജീവിതങ്ങൾക്ക് സന്തോഷത്തിന്, സമൃദ്ധിക്ക്, നന്മയ്ക്ക്, ജീവിതം തിരിച്ചു പിടിക്കലിന്, പ്രത്യാശയ്ക്ക് കാരണമാവുമെന്നറിയോ? വിശുദ്ധ ലോറൻസെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഈ രാത്രിയിൽ അപേക്ഷിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ജീവിതം അഴിയപ്പെടാൻ വേണ്ടി, ആ വേദനയിലും ഇങ്ങനെ പുഞ്ചിരിച്ചു നിൽക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി, എൻ്റെ ജീവിത സാക്ഷ്യം കൊണ്ട്, മരണം കൊണ്ട് പോലും മനുഷ്യർ ക്രിസ്തുവിലേക്ക് വരാൻ വേണ്ടി, അത്രയ്ക്ക് തീക്ഷ്ണത കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാനായി മുട്ടിന്മേൽ നിൽക്കാം. ആശീർവാദം കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ സാക്ഷിയായിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ഇങ്ങനെ തണുപ്പൻ മട്ടിൽ ജീവിച്ചു പോകാതെ തീക്ഷ്ണതയോടുകൂടെ നിന്റെ സാക്ഷ്യമായി ഇങ്ങനെ അഴിഞ്ഞില്ലാതാകാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, കാണികളായി നിലനിൽക്കാതെ സാക്ഷികളായി ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. വെറുതെ നിന്നാൽ ഒരസൗകര്യം ഉണ്ടാവില്ല, ഒരസ്വസ്ഥതയും വരില്ല, ഒരാളും നമ്മളെ ശല്യപ്പെടുത്താൻ പോവില്ല. പക്ഷേ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യമായി മാറുമ്പോൾ നമ്മളെ എതിർക്കാൻ ആളുകളുണ്ടാവും. വീട്ടിൽ നിന്ന് തന്നെ കർത്താവ് പറയുന്നുണ്ട്, അത് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളാനല്ലാതെ പിന്നെ എന്തിനാണ് ഈ ജീവിതം? അവന് വേണ്ടി അഴിയാനല്ലാതെ പിന്നെ എന്ത് സുഹൃതമാണ് ഈ ജീവിതത്തിൽ ചെയ്യാനുള്ളത്? ഈശോ അനുഗ്രഹിക്കട്ടെ. സ്വസ്ഥമായ ഉറക്കത്തിലേക്ക് പോവാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,